ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സീത സ്വീകാര്യം. കുഞ്ഞുങ്ങളെ, ഇനി ശ്രീരാമനും സീതയും ഒന്നിക്കുന്ന കഥയാണ് പറയുന്നത്. ഭഗവാൻ വാനരന്മാരെ എല്ലാം അനുഗ്രഹിച്ചതിന് ശേഷം ഹനുമാനോട് രാവണ നിഗ്രഹം കഴിഞ്ഞു എന്ന വാർത്ത സീതയെ അറിയിക്കാൻ പറഞ്ഞു. അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഭാവവും വാക്കുമെല്ലാം എന്നോട് വന്ന് പറയാൻ പറഞ്ഞു. ഹനുമാൻ ലങ്കയിലെത്തി രാമപാദങ്ങളെ ധ്യാനിച്ചിരിക്കുന്ന സീതാദേവിയെ വണങ്ങി. ദേവിയുടെ മുഖപ്രസാദം കണ്ട് ഹനുമാൻ രാവണനെ വധിച്ച കാര്യമെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സീത വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് ദേവി ഗദ്ഗതത്തോടെ പറഞ്ഞു, ഹേ വാനരേന്ദ്ര, സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഒരു നിമിഷം പോലും ഇനി എനിക്ക് ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പറഞ്ഞ് തിരിച്ചയച്ചു. ഉടനെ ഹനുമാൻ ചെന്ന് ഭഗവാനോട് ദേവിയുടെ ആഹ്ലാദത്തെക്കുറിച്ചും ഭാവത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. അപ്പോൾ ദേവിയെ സ്നാനം കഴിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിച്ചു കൊണ്ടുവരാൻ വിഭീഷണനോട് പറഞ്ഞു. അപ്രകാരം ദേവിയെ അണിയിച്ചൊരുക്കി മനോഹരമായ പല്ലക്കിലേറ്റ് കൊണ്ടുവന്നു. ദേവിയെ കാണാൻ വാനരന്മാരും നഗരവാസികളും തിരക്കുകൂട്ടി. പണ്ട് സൃഷ്ടിക്കപ്പെട്ട മായാസീതയുടെ മനോഹര രൂപം കണ്ട് ജനങ്ങൾ വിസ്മയിച്ചു. ഭഗവാൻ ചില പരുഷവാക്കുകൾ പറഞ്ഞു. അത് കേട്ട സീത ദുഃഖിത എന്ന പോലെ ലക്ഷ്മണനോട് പറഞ്ഞു, കുമാര, ഭർത്താവിന് എന്നിൽ സംശയം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിനും മറ്റ് ലോകവാസികൾക്കും വിശ്വാസം വരുന്നതിന് ഞാൻ അഗ്നിപ്രവേശം ചെയ്യാം. അഗ്നികുണ്ഡം തയ്യാറാക്കുക. എനിക്ക് ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞു. ഭഗവാന് സമ്മതമാണെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ അഗ്നികുണ്ഡം തയ്യാറാക്കി. സീത സന്തോഷത്തോടെ ഭർത്താവിനെ വണങ്ങിയിട്ട് 3 പ്രദക്ഷിണം വെച്ച് ദേവന്മാരെയും ബ്രാഹ്മണ ശ്രേഷ്ഠരെയും മുനിമാരെയും അഗ്നിദേവനെയും വന്ദിച്ചുകൊണ്ട്, ഭർത്താവിനെ അല്ലാതെ അന്യപുരുഷനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സർവസാക്ഷിയായ ഭഗവാൻ അതിൻ്റെ പരമാർത്ഥം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് നിർഭയയായി അഗ്നിയിൽ ചാടി. അവിടെ നിന്നവരെല്ലാം അതിശയിച്ചു പോയി. ലോകം നിശ്ചലമായി. ദേവന്മാർ, ബ്രഹ്മാവ്, മഹർഷിമാർ എന്നുവേണ്ട എല്ലാ വിമാനചാരികളും ഭഗവാന്റെ ചുറ്റും വന്നു നിറഞ്ഞു. എന്നിട്ട് ഓരോരുത്തരും മാറി മാറി ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി. ബ്രഹ്മാവിൻ്റെ സ്തുതിയേറ്റ് സന്തുഷ്ടനായി ഭഗവാൻ ഇരുന്നപ്പോൾ അഗ്നിദേവൻ സീതാദേവിയെ തിരുമുൽ കാഴ്ചയായി കൊണ്ടുവച്ച് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാവണ നിഗ്രഹത്തിനായി മുമ്പ് എന്നിൽ സമർപ്പിച്ചിരുന്ന ദേവിയെ സദയം സ്വീകരിക്കുക. അങ്ങ് രാവണ നിഗ്രഹം നടത്തി 3 ലോകത്തിൻ്റെയും സങ്കടം തീർത്തല്ലോ. ഭഗവാൻ സന്തുഷ്ടനായി അഗ്നിദേവനെ വണങ്ങിയിട്ട് ദേവിയെ സ്വീകരിച്ച് സന്തോഷപൂർവ്വം തൻ്റെ മടിയിലിരുത്തി. ശ്രീരാമ സീതാ സംഗമം കണ്ട ദേവേന്ദ്രൻ ദേവന്മാരോടുകൂടി ഭഗവാനെ സ്തുതിച്ചു. പല വിധത്തിൽ സ്തുതിച്ച ദേവേന്ദ്രനോട് ഭഗവാൻ പറഞ്ഞു, യുദ്ധത്തിൽ മരിച്ച വാനരന്മാരെ എല്ലാം ജീവിപ്പിക്കണം. വാനരന്മാർ പഴങ്ങൾ ഭക്ഷിക്കുമ്പോൾ മധുരതരമായിരിക്കണം. നദീജലം തേൻ പോലെ ആസ്വാദ്യകരമായിരിക്കാനും അനുഗ്രഹിക്കണം. അപ്രകാരമെല്ലാം ഭവിക്കട്ടെ എന്ന് ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു. അപ്പോൾ മരിച്ചു കിടന്ന വാനരന്മാരെല്ലാം ഉറങ്ങി ഉണർന്നവരെപ്പോലെ എഴുന്നേറ്റു. പിന്നെ പരമശിവൻ അങ്ങയുടെ പിതാവായ ദശരഥ മഹാരാജാവ് ഇത് കാണാനായി വന്നു നിൽക്കുന്നെന്ന് അറിയിച്ചു. അങ്ങ് ചെന്ന് വണങ്ങിയാലും എന്ന് പറഞ്ഞു. ഇത് കേട്ട ഭഗവാൻ പരിഭ്രാന്തനായി ചെന്ന് പിതാവിൻ്റെ പാദങ്ങളിൽ വീണു വണങ്ങി. സീതാദേവിയും ലക്ഷ്മണനും പിതാവിനെ വണങ്ങി. പുത്രവത്സലനായ ദശരഥൻ രാമനെ ആലിംഗനം ചെയ്ത് നെറുകയിൽ ചുംബിച്ചു. സീതയെയും ലക്ഷ്മണനെയും ആലിംഗനം ചെയ്തു. എന്നിട്ട് ദശരഥൻ ഭഗവാനെ നോക്കി, എൻ്റെ പുത്രനായി പിറന്ന അങ്ങയെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്നും എൻ്റെ ജനന മരണ ദുഃഖമെല്ലാം അവസാനിച്ചെന്നും പറഞ്ഞു. ഭഗവാൻ ദശരഥന് അനുഗ്രഹം നൽകി പിതാവിനെ യാത്രയാക്കി. ഇന്ദ്രാദി ദേവന്മാരോടൊപ്പം ദശരഥൻ സ്വർഗം പ്രാപിച്ചു. ബ്രഹ്മാവും ഭഗവാന്റെ അനുവാദത്തോടെ സത്യലോകത്തേക്ക് പോയി. പരമശിവനും പാർവതിയും കാളപ്പുറത്ത് കയറി കൈലാസത്തിലേക്കും പോയി. എല്ലാവരും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പോയി. കുഞ്ഞുങ്ങളെ, അങ്ങനെ ശ്രീരാമനും സീതയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചത് കണ്ടല്ലോ. ഭഗവാനാണെങ്കിൽ സീതയെ പരീക്ഷിച്ചത് മാനുഷിക ധർമ്മം നിലനിർത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഹരി ഓം തത്സത്.